പെരിങ്ങോട് എന്ന ഗ്രാമത്തിലെ ഇത്രയും പ്രശസ്തി ഉണ്ടായത് ഒരു പ്രധാന ഘടകം പൂമുള്ളിമനയാണ്. അറിവിന്റെ തമ്പുരാനെന്നും ആറാം തമ്പുരാനെന്നും ഏറെ അറിയപ്പെടുന്ന ഞങ്ങളുടെ ആരാധ്യനായ പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഒരു ഗവേഷകനായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഓരോ രംഗത്തും പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ ആഴത്തിലുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഏറ്റവും ആകർഷകമായ ആയോധന കല കളരിപ്പയറ്റ് പെരിങ്ങോട് എന്ന ഗ്രാമത്തിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. നായാട്ടിനൊക്കെ അതീവ തൽപരനായിരുന്നു അദ്ദേഹം. സംഗീതമായാലും സാഹിത്യമായാലും ആയുർവേദമായാലും ഗജചികിത്സയായാലും ഇതിലൊക്കെ ആഴത്തിലുള്ള പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു പ്രസ്ഥാനമായി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്നവർക്ക് അറിവ് പങ്കുകൊടുക്കുന്നതിൽ ഒരു അളവ് പോലുമില്ലാതെ അറിവ് പങ്കുവെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകാൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് നമുക്ക് കഴിയും. പെരിങ്ങോട് പഞ്ചവാദി സംഘം ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂമുള്ളി മനയുടെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം, പഞ്ചവാദി സംഘം എന്നുള്ള ഒരു പ്രസ്ഥാനം, വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാലയത്തിൽ വരാനൊരു കാരണം ഉണ്ടായത്. ഇത്തരം മേഖലകളിലൊക്കെ സമസ്ത മേഖലകളിലും വെളിച്ചമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 25ാം ചരമവാർഷിക സമയത്താണ് വീണ്ടും വളരെ ഗംഭീരമായിട്ട്, കാരണം അദ്ദേഹം പഠിപ്പിച്ച ആയുർവേദം, അദ്ദേഹത്തിൽ നിന്ന് അനുഭവിച്ച പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക ട്രസ്റ്റ് രൂപപ്പെട്ടു എങ്കിലും ഷൊർണൂരുള്ള ചെറുതുരുത്തിയുള്ള ആയുർവേദ കോളേജില് കേരളീയ ആയുർവേദ സമാജത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു പാനൽ ഉണ്ടാവുകയും എല്ലാ അഷ്ടവൈദ്യന്മാരും ഒന്നിക്കുന്ന ആ പാനലില് ഏറ്റവും നമ്മുടെ നാടിനെ നടക്കുന്ന അസുഖങ്ങളെ കുറിച്ച് പോലും ആഴത്തിൽ ഗവേഷണം നടത്തുകയും ചെയ്തു. അപ്പൊ ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഗവേഷണപൂർവ്വം പഠിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ ഒരു ഗൈഡ് കൂടിയായിരുന്നു ആറാം തമ്പുരാൻ. അങ്ങനെയുള്ള ഒരു മഹാനുഭാവൻ ആ നാടിന് നൽകിയ അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ടും അദ്ദേഹത്തിന്റെ ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിരുന്ന ഒരു നാടാണ് പെരിങ്ങോട്. ഇന്നും അതേ സംസ്കാരം തന്നെ നമ്മൾ തുടരുന്നു.